നമസ്കാരം ഗൈസ്, എല്ലാവർക്കും ROG TECHിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ തന്നെയാണ്. ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ ബ്ലൂടൂത്ത് സ്പീക്കർ എന്ന് പറയുമ്പോൾ ബോട്ടിൻ്റെ സ്റ്റോൺ 200 എന്ന് പറയുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്താണ്, ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണെന്ന് നമ്മളിന്ന് ഫുൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ ഫുൾ റിവ്യൂ നമ്മളിന്ന് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അൺബോക്സിങ്ങിനും റിവ്യൂവിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ ബോട്ടിൻ്റെ സ്പീക്കറിൻ്റെ ഒരു ബോക്സ്. അപ്പോൾ അൺബോക്സ് ചെയ്യുന്ന മുമ്പേ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ, ബാക്കിലോട്ട് സ്പെസിഫിക്കേഷൻസ് ഒക്കെ എന്താണെന്ന് നോക്കാം. ഷോക്ക് പ്രൂഫ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. 3 watt സ്പീക്കറാണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ് ടു 10 hours ബാറ്ററി ബാക്കപ്പ്. അപ് ടു 10 hours തന്നെ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല ഗൈസ്, കാരണം ഫുൾ വോളിയത്തിന് ഏകദേശം 6 to 7 hours കിട്ടുമെന്ന് ആണ് പ്രതീക്ഷിക്കുന്നത്. കറക്റ്റ് 10 hours കിട്ടണമെന്ന് തന്നെ ഇല്ല. ഷോക്ക് പ്രൂഫും വാട്ടർ റെസിസ്റ്റൻ്റ് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയ സാധനമാണ്. അതുകൊണ്ട് ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. ബാക്കി നമുക്ക് ഇതിൻ്റെ കവറ് അത് മാറ്റി വയ്ക്കുകയാണ്. പിന്നെ ഇതാണ് നമ്മളെ ബ്ലൂടൂത്ത് സ്പീക്കർ ഗൈസ്. ഇതിൻ്റെ അകത്തുനിന്ന് ഒരു കാർഡുണ്ട്, അത് മാറ്റി വയ്ക്കാം. പിന്നെ യൂസർ മാനുവലായിട്ടുണ്ട്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണ് സാധനം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളെ മെയിൻ സാധനമായ ബോട്ടിൻ്റെ ബ്ലൂടൂത്ത് അത്യാവശ്യം നല്ല ബിൽറ്റ് ക്വാളിറ്റി എനിക്കിതിന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഏകദേശം നല്ല അത്യാവശ്യം വെയിറ്റും ഉണ്ട് ഈ സാധനം ഗൈസ്. നമ്മൾ മുകളിലത്തെ ഭാഗം വരികയാണെങ്കിൽ വോളിയം കൂട്ടാനും കുറയ്ക്കാനും പോസ് ചെയ്യാനും കോൾ എടുക്കാനുള്ളൊരു ബട്ടനും ഉണ്ട്. പിന്നെ ഒരു പവർ ബട്ടനും ഉണ്ട്. സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇത് ഇവിടെ ഒരു AUX കേബിൾ കണക്ട് ചെയ്യാനും ഇവിടെ ചാർജ് ചെയ്യാനുള്ള പോർട്ടും കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് സ്പീക്കർ മാത്രമല്ല, നിങ്ങൾക്ക് AUX കേബിൾ കണക്ട് ചെയ്ത് കേൾക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണ്, നല്ല സൗണ്ട് ക്വാളിറ്റി ആണോ എന്നാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഗൈസ്. നമ്മൾ ഈ സ്പീക്കറിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണെന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുക. എങ്ങനെയായിരിക്കും സൗണ്ട് ക്വാളിറ്റി. അപ്പോൾ നമുക്ക് ഈ സ്പീക്കർ ഓൺ ചെയ്യാം. സ്പീക്കർ ഓൺ ആയിട്ടുണ്ട്. ഇവിടെ ഒരു ലൈറ്റ് ഇൻഡിക്കേഷൻ ഉണ്ട്. നമുക്ക് ഒരു നോൺ കോപ്പിറൈറ്റ് സോങ് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കണക്ട് ആയിട്ടുണ്ട്. നിങ്ങൾ സൗണ്ട് കേട്ടിട്ടുണ്ടോ അറിയില്ല, കണക്റ്റായ സൗണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ പാട്ട് പ്ലേ ചെയ്യാൻ പോകണം. ഫുൾ വോളിയം ആണിത്. അപ്പോൾ സൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ബാസ് ഇത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കയ്യിലിരിക്കുമ്പോൾ തന്നെ നല്ലൊരു വൈബ്രേഷൻ, അതായത് ബാസിൻ്റെ നല്ലൊരു വൈബ്രേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് സൗണ്ട് അത്ര ലൗഡറായിട്ട് തോന്നിയിട്ടില്ല. ഇത് ഇത്രയും വലിയ സ്പീക്കറിന് വലിയ സൗണ്ട് എനിക്ക് ലൗഡറായിട്ട് തോന്നുന്നില്ല. പക്ഷെ നല്ലൊരു ബാസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ സ്പീക്കറിന്. അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. എന്നാൽ നമുക്ക് ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കാം. ബാസിൻ്റെ കാര്യത്തിൽ നല്ലൊരു സ്പീക്കർ തന്നെയാണ്. സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. പക്ഷേ എനിക്ക് അത്ര ലൗഡറായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഈ സ്പീക്കറിൻ്റെ വലിപ്പത്തിനനുസരിച്ച് എനിക്ക് അത്ര ലൗഡറായിട്ട് ഇത് ഫീൽ ചെയ്യുന്നില്ല.
പക്ഷേ സൗണ്ടിന് നല്ല ക്ലാരിറ്റി ഉണ്ട്, പിന്നെ നല്ല ബാസും ഉണ്ട്. പിന്നെ ഇതിൻ്റെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഓറഞ്ച്, അതുകൊണ്ടാണ് ഇത് ഓറഞ്ച് കളർ തന്നെ വാങ്ങിയത്. ഈ ക്യാമറ കൂടെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊരു മഞ്ഞ കളർ ഫീൽ ചെയ്യുന്നു, പക്ഷെ ശരിക്കും ഇതിൻ്റെ കളർ ഓറഞ്ചാണ്. ഇപ്പോൾ അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള ഒരു സ്പീക്കർ തന്നെയാണ് ബോട്ടിൻ്റെ സ്റ്റോൺ 200 എന്ന് പറയുന്ന ഒരു സ്പീക്കർ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തേക്കാം. 899 രൂപയാണ് ഞാനിത് വാങ്ങിയത്. അപ്പം ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. ഇതിൻ്റെ ഒരു ചെറിയ റിവ്യൂ അൺബോക്സിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മളുടെ ചാനൽ ഏകദേശം 431 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണ്ടതാണ്. എനിക്ക് ഇനിയും എൻ്റെ ചാനൽ വളർത്തണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് വേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാലേ എൻ്റെ വീഡിയോ അടുത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.